വേണ്ട ഇതൊന്ന് നല്ല ക്യൂട്ടായിട്ടുള്ള. നമസ്കാരം, സൊഫൈൻ കെന്നൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുന്ന പോലെയല്ല കേട്ടോ. ഇന്ന് നമ്മൾ എന്താ വെച്ചാൽ ഇവിടുന്ന് മേടിച്ചു പോണ ആൾക്കാരുണ്ട്, പട്ടിക്കുട്ടീനെ മേടിച്ചു പോണ ആൾക്കാരെ നമ്മൾ ലാസ്റ്റിലാണ് കാണിക്കാറ്. ഇപ്രാവശ്യം നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുക. എന്താ വെച്ചാൽ കുറേ പേർക്ക് കൺഫ്യൂഷൻ ആവണം. നമ്മൾ ആദ്യം പട്ടിക്കുട്ടീനെ കാണിക്കുന്നു, അത് കഴിഞ്ഞ് കുറേ പേര് കൊണ്ടുപോകണു. അപ്പോൾ ഇവിടെ കാണിച്ച പട്ടിക്കുട്ടീനെ ആണോ കൊണ്ടുപോകണേന്നൊക്കെ കുറച്ച് പേർക്ക് സംശയമായിട്ട് ഏതള്ളേന്നൊക്കെ വിളിച്ച് ചോദിക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കൺഫ്യൂഷൻ തീരാൻ വേണ്ടിയിട്ടാണ് പിന്നെ പ്രത്യേകം പറയണത്. നമ്മൾ ഈ ആഴ്ചയിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ എൻ്റെ നമ്പറിൽ, ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടാൻ പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു യാത്രയിലാണ്. നമ്മൾ തായ്ലാൻഡിലേക്ക് പോവാണ്. അപ്പോൾ തായ്ലാൻഡിലേക്ക് പോകണതിനോട് മൊബൈലിൽ വിളിച്ചു കഴിഞ്ഞാൽ റോമിംഗ് ഒക്കെ ആവും, അപ്പോൾ കിട്ടില്ല. അപ്പോൾ ഓൺലി നമ്മളെ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക. ആർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വോയിസ് മെസ്സേജ് ഇടുക. പിന്നെ പട്ടിക്കുട്ടീനെ മേടിക്കുന്ന ആൾക്കാർക്ക് എന്താവശ്യമെങ്കിലും വോയിസ് മെസ്സേജ് ഇട്ടാൽ നമ്മൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വാട്സപ്പ് നമ്പർ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ വിളിച്ചാൽ മതി. നമ്മുടെ വേറൊരു വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഓരോ ലക്കി ഡ്രോ ഇതൊക്കെ ഇരിക്കുന്നത്. അതല്ല കേട്ടോ, എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തായ്ലാൻഡിലേക്ക് പോകുമ്പോൾ ആ നമ്പറിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ വോയിസ് ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ കമന്റ് ഇട്ടാലും നമ്മൾ അതിന് മറുപടി തരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഹസ്കി ഫീമെയിലിനെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് കേട്ടോ. പേര് ലൗഡിൻ. എവിടെ സ്ഥലം? എരമല്ലൂർ. എന്ത് ചെയ്യുന്ന? ഞാൻ ട്രേഡർ. എന്തിന്റെ? സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലേ? ഇത് അമ്മയാണ്. അമ്മയുടെ പേര് ജിജി. ഹൗസ് വൈഫാ? അതെ. ഇതാരാ? സിസ്റ്റർ. ഇത് അങ്കിളുടെ പേര്? അങ്കിളാണ് നമ്മുടെ സബ്സ്ക്രൈബർ. ഇവരിപ്പോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അല്ലെ? പേര് ലെനയുടെ. എന്താ ചെയ്യുന്ന? നഴ്സിംഗിന് പഠിക്കുന്നു. എവിടെ? ഒറ്റപ്പാലം. നിങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞില്ല? ഹെൽത്ത് സർവീസിൽ അല്ലേ? കൊച്ചി. അപ്പൊ ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബറായി എല്ലാവരും. ഇതിനു മുമ്പ് ആള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതേ ഫീമെയില് നമ്മുടെ റാംബോന്റെ ബ്ലൂ ഐസ് പപ്പീനെയാണ് കൊണ്ടുപോകുന്നത് കേട്ടാ. കാണില്ല ഇങ്ങോട്ട്. എവിടെ കറക്റ്റ് സ്ഥലം പറഞ്ഞ? എറണാകുളത്താ? അല്ല, എറണാകുളം ജില്ല കഴിഞ്ഞ് കുറച്ചുകൂടി പോകണം അല്ലേ? ശരി. അപ്പൊ ഓക്കെ, താങ്ക് യു. പഗ്ഗിന്റെ പപ്പീനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട്. എവിടെ ചേട്ടന്റെ സ്ഥലം? എവിടെയാ? എന്റെ ഈസ്റ്റ് ഫോർട്ട്, കിഴക്കേക്കോട്ട. നമ്മുടെ തൃശ്ശൂർ കിഴക്കേക്കോട്ട തന്നെയാണ് കേട്ടാ. ചേട്ടന്റെ പേര്? പോള് അല്ലേ? ഇത് മകൻ. മോന്റെ പേര് ബെഞ്ചമിൻ. എന്ത് ചെയ്യുന്നേ? നേവിയില് അല്ലേ? എവിടെയാ? ആൻഡമാനിലാണല്ലേ? ഇത് ഡോക്ടർ റീനി. ഡോക്ടർ. ആളുടെ വൈഫ്. എവിടെയാ സ്ഥലം? വർക്ക് ചെയ്യുന്നത് എവിടെയാ? ഹൈദരാബാദിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയിലത്തെ വീഡിയോയിൽ ടീം കൂടെ വന്ന് പട്ടിക്കുട്ടീനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പഗ്ഗിന്റെ മെയിൽ പപ്പീനെ കൊണ്ടുപോകണം കേട്ടാ. നമ്മുടെ യൂട്യൂബൊക്കെ ഷെയർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആൻഡമാനിലേക്കൊക്കെ മാക്സിമം ആൾക്കാർക്കൊക്കെ ചെയ്തോളൂട്ടാ. ഇവൻ ആൻഡമാനില്, അവള് ഹൈദരാബാദ്. ഹൈദരാബാദ് ആൻഡമാൻ രണ്ട് സ്ഥലത്തേക്ക് കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ വീഡിയോ കവറിങ് കഴിഞ്ഞു. അപ്പൊ ഓക്കെ, താങ്ക് യു. ഇത് പട്ടിക്കുട്ടി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടാണല്ലേ? ആർക്കാ ഗിഫ്റ്റ് കൊടുക്കണേ? എന്റെ പേരൻസിന് ആനിവേഴ്സറി. വെഡിങ് ആനിവേഴ്സറി അല്ലേ? എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി? അച്ഛന്റെ വേണ്ടി പേര് പറഞ്ഞോ? ജോഫി ജോളി അല്ലേ? കാഞ്ഞാണിയിലുള്ള ജോഫി ജോളി. അപ്പൊ അവർക്ക് എന്റെ വകയും ഞങ്ങളുടെ സൊഫൈൻ കെന്നൽസിന്റെ വകയും ഒരു ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞോളൂ. അവരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞോളൂ. നമ്മുടെ ബീഗിളിന്റെ മെയിൽ പപ്പീനെ കൊണ്ടുപോകണം. എവിടെയാ സ്ഥലം? എവിടെയാ? തൃശ്ശൂര് മർത്താകര അല്ല? പേര്? അഭിരാം കേട്ടാ. എന്താ ചെയ്യുന്ന അഭിരാം? ഫിസിയോതെറാപ്പി സ്റ്റുഡന്റ് അല്ലേ? അത് ഇതാരാ? കൂട്ടുകാരാ. എന്ത് പേര്? ആദിത്യ. എന്താ ചെയ്യുന്ന? എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ അല്ലേ? എവിടെ? മർത്താകര തന്നെയാ സ്ഥലം? ആമ്പല്ലൂര്. അപ്പൊ ഗഡികളായിട്ട് വന്നാണ്. അപ്പൊ നമ്മുടെ ഫാമൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ നമ്മുടെ യൂട്യൂബൊക്കെ മാക്സിമം ഷെയർ ചെയ്തോളൂ കേട്ടാ. അപ്പൊ ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോ പൂക്കോത്തുംപാടം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് വന്നത് കേട്ടോ. അവിടെ നമ്മളൊരു ഹസ്കിയുടെ പപ്പീനെ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇതിന്റെ മോളുടെ പേര് സരയുടെ അച്ഛൻ ആണ് പൈസ അയച്ചിട്ടുള്ളത്, നമ്മുടെ പട്ടിക്കുട്ടീനെ മേടിച്ചിട്ടുള്ളത്. അപ്പൊ ആള് എവിടെയാ ശരിക്കും? ദമാമില്, ഗൾഫിലാണ് അല്ലേ? ഗൾഫില് ദമാമിന്ന് ആള് പൈസ അയച്ചു. ഞങ്ങളിവിടെ ഡെലിവറി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. എത്രയില പഠിക്കണ മോള്? ഞാൻ 7ാം ക്ലാസ്സിലേക്ക് ജയിച്ചായിരുന്നു അല്ലേ? അച്ഛന്റെ പേര്
ഇനി 8ാം ക്ലാസ്സിലേക്ക്. ദമ്മാമിലുള്ള ചേട്ടൻ്റെ ആ ചാളുടെ പേര് പറഞ്ഞ ചേട്ടൻ ഒന്നുകൂടി. വിജയൻ ചേട്ടനാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ പപ്പീനെ മേടിച്ചത്, ഓഫറിൽ മേടിച്ചിട്ടുള്ളത്. ആളുടെ വൈഫുണ്ട്, മോളുണ്ട്. ചേച്ചിയുടെ പേര് ദീപ ചേച്ചി. കുട്ടിയവരും നമ്മുടെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലേടാ? കണ്ടിട്ടാ നമ്മുടെ വീഡിയോ? കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സൈബീരിയന്റെ ബ്ലൂ വൈസ് പപ്പീനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള കേട്ടോ. മെയിലൊക്കെ കഴിഞ്ഞു. അപ്പൊ ഫീമെയിലിനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ജില്ല എവിടെ? ശരിക്കും ജില്ല ഏതാ? മലപ്പുറം ജില്ലയാണല്ലേ? ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റർ കാരണം ഇത് വയനാടിന്റെ ഇവിടെ രാഹുൽ ഗാന്ധിയാണ് പോസ്റ്റർ കണ്ടു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു വയനാടൊക്കെ എത്തിയെന്ന്. നിലമ്പൂരിൽ നിന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിലമ്പൂരല്ല, വേറെ സ്ഥലമല്ല അത്. നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് പോരണമെന്നല്ലേ? ഓക്കെ, അപ്പൊ ശരിട്ടാ. അപ്പൊ ഉണ്ണിയുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞോളൂട്ടാ. ഓക്കെ. നമ്മുടെ പട്ടിക്കുട്ടികളെ നമ്മള് ഡെലിവറി ഒക്കെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് ഫാമിലെത്തി. ഇനി ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഓഫറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ പ്രത്യേകം പറയുന്നു, നമ്മൾ ഈ ആഴ്ച ഇല്ല, നമ്മൾ വാട്സപ്പ് നമ്പറിൽ മാത്രമേ കിട്ടുള്ളൂ. വാട്സപ്പിൽ ഈ നമ്പറിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, പിന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ഈ നമ്പറിൽ നമുക്ക് വാട്സപ്പിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. വാട്സപ്പിൽ മാത്രം നിങ്ങൾ വോയിസ് മെസ്സേജ് ഇട്ടാൽ മതിട്ടാ. ഇതിൽ ബാലൻസ് ഉള്ളത് ഒരു ഫീമെയിൽ കേട്ടോ. ഒരു ഫീമെയില് സൂപ്പർ ഫീമെയില് ബീഗിൾ കേട്ടോ. നമ്മൾ ഫസ്റ്റ് വാക്സിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് ഉണ്ടാവും. പുറത്തെ കണ്ട കറക്റ്റ് ഒരു പാച്ച ഒന്നും ഉണ്ടാവില്ല, കറക്റ്റ് ആയിരിക്കും പട്ടിക്കുട്ടി. കണ്ട നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീറ്റാ. നമ്മൾ കൂട്ടിലിട്ട് കാണിക്കുള്ളൂ. ഇതിനൊക്കെ പുറത്തിറക്കി നമ്മൾ കുറേ വട്ടം കാണിച്ചിട്ടുള്ളതാണ്. ധൈര്യമായിട്ട് കൊണ്ടുപോവാം. ഗുണ്ടപ്പ ഒളിച്ചിരിക്കാണല്ലോ. ഗുണ്ടു ഗുഡ് ബോയ്. എന്താ ടൂറിനെയാ? നീ ടൂറിനെയും ഗുണ്ടപ്പേനെയൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാൻ പറ്റുള്ളോ? നീ അന്വേഷിക്കോ? ഡോബർമാന്റെ പപ്പീസ് ഉണ്ട് കേട്ടോ. ഡോബർമാൻ നമ്മള് ഒരെണ്ണം കൊടുത്തു. ഇനി 2 ഒരു മെയിലും ഫീമെയിലും ഉണ്ട്. വാടാ എനിക്ക് നല്ല എനർജി, സൂപ്പർ സാധനം. എനർജി ആയിട്ടുള്ള കുട്ടികളുണ്ട്. സൂപ്പർ സാധനങ്ങൾ. ഇത് നമ്മൾ 17,000 രൂപ പറയുന്നത് കേട്ടോ. വിത്ത് പേപ്പർ 17,000 രൂപ. കണ്ടാ? ബ്രൗൺ ആൻഡ് ടാൻ നല്ല ഹെവി ആയിരിക്കും കേട്ടോ. ഇവര് നല്ല ഹെവി ആൾക്കാരാണ് കേട്ടോ. ഹെവി സൈസ് ഉണ്ട്. ഇനി 2 ഫീമെയിൽ ഹസ്കിന്ന് ഇട്ട് നമ്മള് ബാലൻസ് ഉള്ളത്. ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലൂ ഐസ് ഇട്ടാ, ഒന്ന് മറ്റേ സിൽവർ. പിന്നെ 1-2 പേര് പറഞ്ഞു വെച്ചിട്ടുണ്ട്, കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു വെച്ചേക്കാണ്. അതിൽ നമ്മള് കൺഫേം ആക്കിയിട്ടില്ല കേട്ടാ. കണ്ടാ? ഇത് സൂപ്പർ ബ്ലഡ് ലൈൻ ആട്ടാ. ഷേപ്പും കാര്യങ്ങളും അതിന്റെ ചെവിയൊക്കെ നിൽക്കണണ്ട. ഇതൊക്കെ 20,000 രൂപയോട്ടാ. സർട്ടിഫൈഡ് അടിപൊളി പപ്പീസ് ഇട്ടാ. റോക്കിയുടെ വീട്ടുകാർ ഗൾഫിലാട്ടാ. ഗൾഫിൽ പോയിട്ട് വന്നിട്ടില്ല, സമയം. ലാറ ഓ എനിക്കാൻ വയ്യല്ലടാ കള്ളക്കുട്ടാ. അവന്റെ കുട്ടികളുണ്ട് അതിൻ്റെ ഇട്ടാ, മുകളിലുണ്ട് കുട്ടികളുണ്ട് കേട്ടാ. അമേരിക്കൻ പുള്ളിയുടെ കുട്ടികൾ ജനിച്ചു കിടക്കുന്നുണ്ട്. ഇത് സെമി അഡൾട്ട്, ഇതേപോലെ ഇതായിട്ടാ. സെമി അഡൾട്ട് എന്ന് പറഞ്ഞ അഡൾട്ടായി അത്യാവശ്യം. ഡോബർമാൻ പപ്പീറ്റാ. അദീര വൈറ്റ് ഹസ്കിറ്റാ. ജാക്ക നമ്മുടെ ഗോൾഡൻ മെയിൽ കേട്ടാ. ഗ്രൂമിയാറായി എന്താ ഇത് കിയ. എന്താടി എന്നിട്ട് വേണ്ട എനിക്ക്
ഇതാണ്ടേന്ന് കിയ ചുട്ടുവിന്റെ മോളെ നോക്കിയേ എങ്ങനെയുണ്ട്, സുന്ദരി കുട്ടിയായിട്ട് ഇറങ്ങണ്ട. ഇത് ബീഗിളിട്ട, ഇത് കഴിഞ്ഞ ലിറ്ററിലത്തെ ബീഗിളായി നമ്മൾ കൊടുക്കാണ്ട് ഇവിടെ വെച്ചേക്കാം. ലാബ് ഫീമെയില്, ബീഗിൾ ഫീമെയില് കൊടുക്കില്ല കേട്ടാ. സെമി അഡൽറ്റ് നമ്മളിവിടെ അത്യാവശ്യം ഷോയൊക്കെ ചെയ്യാൻ വേണ്ടി നിർത്താൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ളത്. റാംബോ ക്ലിയർ. ഇതെന്താ ആളിങ്ങനെ നടക്കണടിയാ, ഇങ്ങനെ നടക്കണേന്ന് എന്തുണ്ടായേ? ശരി ശരി, ഓക്കെ ഓക്കെ. റിൻഡോ ബോയ്, റിൻഡോ. ഒക്കെ എല്ലാവരും ഫുഡ് അടിച്ച് ഉണ്ടാക്കിയിരിക്കണ്. ടുട്ടു ഇടിണ്ട് കേട്ടാ, ടുട്ടു നിക്കുന്നുണ്ട്. ടുട്ടുവാ, ടുട്ടുവിന്റെ കുട്ടീണ്ട് കേട്ടാ, ഫീമെയിലാന്നുള്ളു. പിന്നെ വേറെ കുട്ടികള് ഇറങ്ങിണ്ട് നമ്മുടെ വൈറ്റ് ഹസ്കിട്ടാ. കുട്ടൂസാ, കുട്ടൂസാൻ എനിക്ക് കുട്ടൂസാൻ ഡോബർമാൻ ട്ടാ, കുട്ടൂസൻ. കുട്ടൂസന കണ്ട. ഇനി നമുക്ക് പുതിയൊരു ലിറ്റർ ഉണ്ട് നമ്മുടെ ഹസ്കി, അങ്ങോട്ട് പോവാട്ടാ. പിന്നെ നമ്മുടെ വീട്ടിലത്തെ ഷിറ്റ്സ് മെയിലിനൊക്കെ കൊണ്ടുണ്ട്, അവര് കാണിച്ചു തരാം. വേണ്ട ഹസ്കി പുതിയ ലിറ്റർ കേട്ടാ. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടാ. ഇത് നമ്മുടെ ബഡ്ഡിട്ടാ, ബഡ്ഡി. ഇത് ഉണ്ടൻ കാൻഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തിയേക്കാം. തായ്ലാൻഡ് പോണാരുണ്ട് ഇവിടെ കൊണ്ട് നിർത്തിയേക്കാം. ഷിറ്റ്സിന്റെ പപ്പീസ് ഇറങ്ങിയിട്ട് നമുക്ക് 2 സ്ഥലത്ത് ലിറ്റർ ഇറങ്ങിയിട്ട്, നമ്മുടെ അവിടെ അല്ല കേട്ടാ. പാലുടിക്കണ്ട നീലക്കണ്ണന്മാര് ഒരെണ്ണം ബ്രൗണ്, ബാക്കിയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റാ. നമ്മൾ ഇവരെ ഇത് പ്രസവിക്കുന്നതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സിമോദേബ് ഇൻസ്റ്റാഗ്രാം നോക്കി കഴിഞ്ഞാൽ കാണാട്ടാ. ഇത് പ്രസവിക്കുന്നത് ഇട്ടുണ്ട് നമ്മള്. അതെ, നമ്മുടെ ഹസ്കി നമ്മൾ പുറത്തേക്ക് ഇറക്കിണ്ട് കേട്ടാ. നമ്മുടെ കിയാന്ന് പേര്, കിയയുടെ കുട്ടികള് ഇറങ്ങിണ്ട് കേട്ടാ. കിയയുടെ കുട്ടികൾക്ക് വിലയൊന്നും തീരുമാനിച്ചിട്ടില്ല. നമ്മളൊരു സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷന് കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞാലാ ഇനി എന്തെങ്കിലും തീരുമാനമാവുള്ളൂ. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മുകളില് മറ്റേ ബുള്ളിയുടെ കുട്ടികളുണ്ട്. അത് ചെറിയൊരു ട്രാജഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കുട്ടീനെ കിട്ടിയുള്ള, ബാക്കിയൊക്കെ സിസേറിയൻ വേണ്ടി ഒന്നും എല്ലാ കുട്ടികളും ചേർത്തു. ഒരു കുട്ടി ബ്ലോക്ക് ആയിട്ടിരുന്നു, അതുണ്ടായ. മുകളിലേക്ക് പോണേറ്റ് മുമ്പ് ചൗ ചൗ കണ്ടാ, ചൗ ഇതൊക്കെ ബോർഡിങ് ആട്ടാ. 2 ഷിറ്റ്സു, അതും ബോർഡിങ്ങാ. ഇത് നമ്മുടെ മുമ്പത്തെ ഒരു കുട്ടീനെ ഒരാൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കേട്ടാ, ബ്രൗൺ. ഇത് നമ്മുടെ വീട്ടിലത്തെ പൂച്ച. ഇത് ബോർഡിങ് ആട്ടാ, 2 മിലിറ്ററിക്കാരുടെ. അത് നീ വന്നിട്ടില്ലേ? ഇത് ജയ്ക്കോ, ഞങ്ങളുടെ അബിക്കുട്ടന്റെ ജയ്ക്കോ. 2 സുന്ദരികള്, വേറെ ഒരു സുന്ദരനും സുന്ദരി. ഇത് നമ്മുടെ അഡ്വാൻസ് വന്നിട്ടുള്ള കേട്ടോ. മുകളിലേക്ക് പോവാം. പഞ്ചുവിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തറേ ഇത് 2 കുട്ടികളുണ്ട് കേട്ടോ. അതെ, ഇതൊന്ന് 2 കുട്ടികൾ.
ആണ പെണ്ണാണെന്ന് നോക്കിയിട്ടില്ല ഏട്ടാ ഞാൻ. പിന്നെ ബീഗിള് ഒക്കെ ഉണ്ട്, കുറെ ഉണ്ട്. പിന്നെ കുട്ടികളൊന്നും ഇല്ല ഇപ്പൊ ശരിക്കും പറയാച്ചാ. എല്ലാം കളം കാലിയായിട്ട് കിടക്കാന്നൊക്കെ പറയില്ലേ. ഇതേ ലാറ, ജർമ്മൻ ലാറ, കുറെ നാളായി ജർമ്മൻ ലാറേനെ അടിച്ചിട്ട്. അല്ല അവിടെ ഉണ്ട്, അവരൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്. മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണാറുണ്ട്. ഞങ്ങള് വേറെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ഡോഗിനെയും കാണാട്ടോ. ഇത് ഫ്രഞ്ച് ബുൾഡോഗ് മെയിലാട്ടാ. നാളേക്കുള്ള ഫുഡ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഉണ്ടോ? അപ്പൊ നമ്മളെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വോയിസ് ഇട്ടാൽ മതി. ആർക്കതിൽ എല്ലാവർക്കും വിളിച്ചാൽ കിട്ടില്ല കേട്ടാ. 2-3 ദിവസത്തേക്കല്ല, ഒരു 6-ാം തീയതി വരെ വിളിച്ചാൽ കിട്ടില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ നമ്മൾ വീണ്ടും നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മള് കൂടുകൾ ഇങ്ങനെ പണിത് കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ട് ചെറുതായിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്ന് വെച്ചില്ലേ, കുറെ പേർക്ക് കൂടിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് പണിത് കൊടുക്കുന്നുണ്ട്. നമ്മള് തുറക്കണ ഇത് പല ടൈപ്പ് കൂടുകൾ പണിയുണ്ട്. നമ്മൾ വേറെ ഒരു പണിക്കാരെ വെച്ചിട്ട് ചെയ്യിക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലോർ എല്ലാം ഇട്ടിട്ട് ഈ ലാബിന് വേണ്ടിയിട്ടാണ്. തൃശ്ശൂർ മാത്രം അത് ചെയ്യണുള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ബാലൻസ് കുട്ടികളെയൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ ലക്കി ഡ്രോന്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനമായില്ല. നമ്മളന്ന് പറയണായിരുന്നു 10-15,000 പേര് കണ്ടു, ഇത്ര പേര് കമന്റ് ഇട്ട ലക്കി ഡ്രോയൊക്കെ ആവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മളിപ്പോ പെൻഡിങ്ങിൽ വെച്ചേക്കണം. ഒന്നും അതിൽ വിചാരിച്ച പോലെ കാര്യങ്ങളില്ല. ഇപ്പൊ ഇത്തിരി റീച്ച് കുറവ്, കാര്യങ്ങള് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് കേട്ടാ. നമ്മുടെ ഹസ്കി പപ്പീസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇനി പുതിയ ലിറ്ററുണ്ട്, അതും കാണിച്ചിട്ടുണ്ട്, ഈ വീഡിയോയിൽ കാണിച്ചിട്ട്. അപ്പോ ഈ പപ്പി തീരുന്നവരെയാണ് ഈ വിലയുള്ളോട്ടാ. ഇത് കഴിഞ്ഞാൽ നമ്മള് വിലയിൽ ഹസ്കിക്ക് മാറിയിട്ട വിലയൊക്കെ ഭയങ്കര വിലയല്ല, ശരിക്കുള്ള നോർമൽ വില. നമ്മളെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് റേറ്റിനേറ്റും പൈസ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ആൾക്കാർ പലതും പറയും അവിടെ കിട്ടും ഇവിടെ കിട്ടും എന്നൊക്കെ. കുറെ കമന്റ് ഒക്കെ വരുന്നുണ്ട്, അതിനും കൂടുതൽ അവിടെ കിട്ടുന്നതൊക്കെ വെറുതെ പറയുന്നുണ്ട്. നമ്മുടെ അവിടുത്തെ സാധനത്തിന്റെ വല്ല സാധനം ഒരു സ്ഥലത്തൊന്നും ഈ വിലക്ക് കിട്ടില്ല. എങ്ങനെ പോയാലും ഒന്നല്ലെങ്കിൽ വില കൂടും, മനസ്സിലായി, അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ അവിടുത്തെ പട്ടിക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ 80% ക്വാളിറ്റി ഉണ്ടാവും. 100% നമ്മൾ പറയില്ല. 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ 80% നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ആരെന്ന് മേടിച്ചാലും ഒരു 50% കിട്ടുള്ളൂ. ഞാനത് 80 തരുന്നു, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര കോൺഫിഡൻസോടുകൂടി പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ വേറെ വിശേഷങ്ങൾ, തായ്ലാൻഡിലേക്ക് എന്തിനാ പോയേ, എന്താ കാരണങ്ങളൊക്കെ നമ്മൾ അറിയിച്ച് പുതിയ വീഡിയോ ഒക്കെ വരും കേട്ടോ. അപ്പൊ എല്ലാവരും കണ്ടോളാം, മാക്സിമം ഷെയർ ചെയ്തോളാം. ഈ വീഡിയോ തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ. അപ്പൊ അടുത്ത ആഴ്ച കാണുന്നവരെ ഗുഡ് ബൈ.